ഹലോ നമസ്കാരം, എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ അടുത്ത ചിത്രത്തിൽ ലാലേട്ടൻ നായകനാകാൻ പോകുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇത് സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഈ ഇടക്ക് പുറത്തുവിട്ടത് സത്യൻ അന്തിക്കാടിന്റെ മകനായ അഖിൽ സത്യൻ അന്തിക്കാടായിരുന്നു. അഖിൽ സത്യൻ അന്തിക്കാട് അന്ന് പുറത്തുവിട്ട അപ്ഡേറ്റ് ആയിരുന്നു അച്ഛനും ലാലേട്ടനുമായുള്ള ചിത്രം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്. ആ ഒരു അപ്ഡേറ്റ് അന്ന് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് അഖിൽ സത്യൻ അന്തിക്കാട് വീണ്ടും പുറത്തുവിട്ടിരിക്കുകയാണ്. സത്യൻ അന്തിക്കാടും ലാലേട്ടനും നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് ഈ ഒരു ചിത്രം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു അഖിൽ സത്യൻ അന്തിക്കാടിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംവിധായകൻ സത്യൻ അന്തിക്കാട് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തന്റെ അടുത്ത ചിത്രത്തിലെ നായകൻ ലാലേട്ടൻ തന്നെയായിരിക്കും. ഇതൊരു വൻപൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കില്ല, പകരം സാധാരണക്കാർക്കിടയിലെ സാധാരണക്കാരനായ ഒരു നായക നടനായിട്ടായിരിക്കും ലാലേട്ടൻ ചിത്രത്തിൽ എത്താൻ പോകുന്നത്. ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് 4 മാസത്തിന് ശേഷം മാത്രമേ തുടങ്ങാൻ സാധിക്കൂ എന്നുള്ളതും സത്യൻ അന്തിക്കാട് വ്യക്തമാക്കിയിരുന്നു. അവസാനമായി ലാലേട്ടനും സത്യൻ അന്തിക്കാടും ഒന്നിച്ചത് എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ അവസാനം ഇറങ്ങിയത് ജയറാമിനെ നായകനാക്കി മകൾ എന്ന സിനിമയായിരുന്നു. അത് അത്രക്ക് വലിയ വിജയമായിരുന്നില്ല. ഈ ഒരു ലാലേട്ടൻ ചിത്രത്തിലൂടെ സത്യൻ അന്തിക്കാട് മലയാള സിനിമയിലേക്ക് വൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലാലേട്ടനും സത്യൻ അന്തിക്കാടും വീണ്ടും ഒന്നിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.